എറണാകുളത്ത് ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും ഒരു വീഡിയോ കോളിൽ ഇപ്പൊ കാണുന്നില്ലേ ഈ ഒരു ഇന്റർവ്യൂ മെനഞ്ഞാന്ന് വന്നത്. എല്ലാവരും ഇപ്പം എൻ്റെ ലുക്ക് നോക്കി ചിരിക്കുമായിരിക്കും. തൊപ്പി വെക്കത്തില്ല ശവമേ എന്ന് പറഞ്ഞു പോയ ഞാനിപ്പോൾ ഈ തൊപ്പി വെക്കേണ്ട അവസ്ഥ വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാ. സുനാ, നീ അവിടെ സുഖിച്ചോ? ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല സത്യം പറഞ്ഞാൽ. ഇവൻ്റെ ഈ വീഡിയോ കണ്ടിട്ടൊന്നുമല്ല, എനിക്ക് തീരെ വയ്യ. പക്ഷെ എന്നാലും ഈ ഇത് കണ്ടപ്പം ഒരു സങ്കടം തോന്നി. പിന്നെ അവനെല്ലാം തുറന്നു പറഞ്ഞല്ലോ. ഞങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും ഇവൻ പറയുന്നുണ്ട്. ലഹരിക്ക് അടിമയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിലോടെല്ലാം പറഞ്ഞതാണ്. ഓക്കെ, കൂടുതലും ഞാൻ നിങ്ങളെ ലാഗടിപ്പിക്കുന്നില്ല. ഇന്ന് ചേച്ചിയുടെയും നീഗ്രോടെയും കൂടെ ഉള്ള ഒരു ഐറ്റം ഡാൻസ് ഉണ്ട്, എന്ന് വെച്ചുതരാം ഞാൻ. നീ കളിക്കടി. ദുബായില ഏതോ ഒരു കരിമാക്കാനെ കൊണ്ട് ഒന്നും പറയുന്നില്ല ഞാൻ. ഇവളെ പോലുള്ള ഒരുത്തി ഉണ്ടായിരുന്നല്ലോ, അവൻ്റെയൊക്കെ ജീവിതം തുലഞ്ഞു പോയത്. എട്ടും പൊട്ടും തിരിയാത്ത ഇറക്കൻ്റെ അവള് സമ്മതം ചോദിച്ച് അവനെന്തറിയാ കെട്ടിക്കോ. ഈ ലോഡ്ജിലും സ്ഥലങ്ങളിലൊക്കെ സുധി ഈ ചെക്കനെ കൊണ്ടു, ലോഡ്ജിലോ ഹോട്ടലിലൊക്കെ അവിടെ ഇവിടെ വരുകയും ചെയ്യും. പിന്നെ എന്താ പറയട്ടെ, എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിലെ ചെക്കനെ അച്ഛൻ ഈ അമ്മയെ കെട്ടിക്കോട്ടെ എന്ന് നോക്കുമ്പോൾ കെട്ടിക്കോന്ന് ഏത് പിള്ളേരും പറഞ്ഞു പോകും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുകയും ചെയ്തത്. നീ കളിക്ക് നിന്റെ കളി ഇനി ഇവിടെ കാണണ്ട. മോൻ പറയടാ ചെക്ക. അപ്പോഴത്തേക്കും വീഡിയോ കോളിൽ ഇപ്പൊ കാണുന്നില്ലേ കളി നീ പറ. ഞാൻ ഇരിക്കുന്നു. ആദ്യം എന്റെ സ്വന്തം അമ്മ ഷാനി എന്നാണ് എന്റെ സ്വന്തം അമ്മയുടെ പേര്. അപ്പം ഞാൻ തൃശ്ശൂരിലാണ് ജനിക്കുന്നതും. അപ്പൊ ആ സമയത്തുള്ള എന്റെ ഓർമ്മകൾ എന്താണെന്ന് വെച്ചാൽ അടിയാണ്. രണ്ടുപേരുടെയും ഭയങ്കരമായിട്ടുള്ള അടിയാണ് എന്റെ ഓർമ്മയിലുള്ള ആ ഒരു സമയം ഞാൻ ആലോചിക്കുമ്പോൾ. അവിടെ രണ്ടുപേരുടെയും ഭയങ്കര ഫൈറ്റ് മിസ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ടുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടി, അതാണ് ഈ കുഞ്ഞിലോട്ടെ കണ്ടിട്ടുള്ളത്. പിന്നെ ഓർമ്മ എന്ന് വെച്ചാൽ ഞാൻ അച്ഛൻ സ്കൂട്ടറിട്ട് അവിടെ പോകാനായിട്ട് എത്തുന്നു. ഞാൻ ഭയങ്കര കടിച്ചു കൂടെ പോകണമെന്നുണ്ട്. എന്നിട്ട് അങ്ങനെ സ്വന്തം അമ്മ എന്തോ എന്റെ 2-1.5 വയസ്സുള്ളപ്പം വേറെ ആളുടെ കൂടെ പോയി. അത് കഴിഞ്ഞിട്ടുള്ള സംഭവം ഈ സ്കൂട്ടറിന്റെ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ പോകാൻ അച്ഛനൊരു സ്കൂട്ടർ എത്തുന്നോ എവിടെ പോകാനായിട്ട് ഞാനും വരുന്നു. അച്ഛൻ പറഞ്ഞു വരണ്ട ഇവിടെ നിന്നു. അച്ഛനൊരു കൂട്ടാനുണ്ടായിരുന്നു, കൂട്ടാൻ്റെ സ്കൂട്ടർ കണ്ട. ആ സ്കൂട്ടർ എടുത്തോണ്ടാവുക. ആ സ്കൂട്ടറും എടുത്തോണ്ട് പോയിട്ട് ഒരു സൂയിസൈഡ് ചെയ്യാനായിട്ട് കണ്ട് നോക്കിയതാ. നേരെ ഇവിടെ ഫ്രണ്ടിലൊക്കെ കൊണ്ടിരിക്കാനൊക്കെ പോയി. പക്ഷേ രണ്ടുപേർക്കും ഒന്നും പറ്റിയില്ല. ഒരു കടത്തിന്റെ ഫ്രണ്ടിൽ പോയി രണ്ടുപേരുന്നു. ഞാൻ കരഞ്ഞു. എനിക്കൊന്നും പറ്റിയില്ല. അച്ഛൻ്റെ മുട്ട് മാത്രം പോകും. അതൊക്കെയാണ് എനിക്ക് എന്റെ ആ ടൈമിൽ ഓർമ്മകളെന്ന് പറഞ്ഞത്. കൂടുതൽ ആ ടൈമിൽ ഇവിടെ കണ്ടിട്ട് അടി എനിക്ക് ഭയങ്കര ഓർമ്മയുള്ള കുഞ്ഞിലോട്ടേ കാണുന്ന ഈ സംഭവം അടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്റെ കൊല്ലം സുധി എന്ന് പറഞ്ഞാൽ എപ്പോഴും മദ്യപാനിയാണ്. എവിടെ പോയാലും ഈ ചെക്കനെ കൊണ്ടാ പോകുന്നത്. പോവുക, അടിച്ചു കുളിക്കുക, പാട്ട് പാടുക. നമ്മുടെ ഒരു സുഹൃത്തുണ്ടോ, ആ സുഹൃത്തുമായിട്ട് ഇരുന്ന് വെള്ളം അടിക്കാറുണ്ട്, അടിച്ചു കുളിക്കുക. കിച്ചുവിനെ വിട്ടുള്ള കളി ചോദിക്കില്ല. എവിടെ പോയാലും എന്തിന് ഈ രേണുവിൻ്റെ അടുത്ത് ലോഡ്ജിൽ പോയാലും, ലോഡ്ജിലെ ഹോട്ടലിൽ പോയാലും അവിടെ രേണു വരുമെന്നൊക്കെ പണ്ട് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അവിടെ പോയാലും കൊച്ചനെ കൊണ്ടേ പോകത്തുള്ളൂ. ചെക്കനെന്ന് വെച്ചാൽ ജീവനാ സുധിക്ക്. ഭയങ്കരമെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ്. 3 വയസ്സുള്ളപ്പോഴത്തേക്ക് ഞാൻ അച്ഛനും കൊല്ലത്ത് വന്നു. പിന്നെ ഞാൻ നോക്കുന്നത് അച്ഛാമ്മ, വല്യമ്മ, അച്ഛല്, പിന്നെ എനിക്ക് 2 അനിയത്തിമാരുണ്ട്, പാറുട്ടി, ചേച്ചി. അവരുടെ ഒപ്പം എന്നെ ആ ഒരു 5ാം ക്ലാസ് വരെ. അതിനിടയ്ക്ക് അച്ഛൻ്റെ സെക്കൻഡ് മാരേജ് ആയി. വീണ എന്ന് പറയുന്നത് പൊന്നോ വീണ. അയ്യോ, ലോക ദുരന്തം. എനിക്കത് പറയുമ്പോൾ തന്നെ പിടിക്കുന്നു. വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് കൊടുക്കുക, കമൻ്റ് ഇടുക, സബ് ചെയ്യുന്നൊരു സബ് ചെയ്യുക, ഫോളോ ചെയ്യുന്നൊരു ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. വീണയെക്കുറിച്ച് പറയാതിരിക്കുന്നത് നല്ലത്. വീണ വന്നിട്ട് എൻ്റെ കുഞ്ഞിനെ ഞാൻ നോക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗൊക്കെ അടിച്ചായിരുന്നു നേരത്തെ. എല്ലാ യൂട്യൂബേഴ്സും വീണയ്ക്ക് സപ്പോർട്ട് ചെയ്ത സമയത്ത് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല. കണം പഠിച്ച കളിയാണ്. എന്നെ ഒന്ന് വീണ വിളിച്ച് വലിയ ഡയലോഗൊക്കെ അടിച്ചു. അവൻ വെച്ചിട്ട് പൊടിയെന്ന് പറഞ്ഞു. ഇവിടെ ഒന്നും പേടിക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. അവൻ നീ കൊണ്ട് കേസ് കൊടുക്കുക. എന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറയാൻ ചെയ്ത് എൻ്റെ യൂട്യൂബ് ചാനൽ നശിപ്പിച്ച് കളയായിരുന്നു. അവനെ യൂട്യൂബിന് ടെർമിനൻ്റ് ആക്കി കളയുന്നു. കൊച്ചപ്പ വിചാരിച്ച നടക്കത്തില്ല. അവരായിട്ടും ഇത് തന്നെയായിരുന്നു. ആ സമയത്ത് അച്ഛനായിട്ട് എനിക്ക് കോണ്ടാക്ടേ ഇല്ലാതായിരുന്നു. കാരണം അച്ഛൻ എപ്പോഴും അവിടെ ആയിരിക്കും. ഇതിനെന്ന് പറയുന്നത് അവിടെ ആയിരിക്കും, വീട്ടിലായിരിക്കും. വൈകിട്ടൊരു ടൈം ഉണ്ട്. ആ ടൈമിൽ എന്നെ ഒന്ന് കാണും. എനിക്ക് എന്തോ അങ്ങനെയായിട്ട് ഇങ്ങനെ ഇഷ്ടമല്ലായിരുന്നു അവർക്ക്. ഞാൻ അച്ഛനെ സുധിക്കൂട്ടാന്നൊക്കെ വിളിച്ചോണ്ട്. അതൊന്നും അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അയ്യേ, എന്തൊക്കെയായിരുന്നു അവൾ ഇന്റർവ്യൂ വന്നിട്ട് കരഞ്ഞും മെഴുകി. ഞാൻ അന്നേ പറഞ്ഞത് ഇവള് പഠിച്ച കള്ളിയാണെന്ന്. അന്ന് ഒരു മനുഷ്യരും എന്നെ വിശ്വസിച്ചില്ല. ഇപ്പൊ അവന്റെ വായിന്ന് തന്നെ കേട്ടല്ലോ. ആ ചെറുക്കനെ ഉപദ്രവിക്കുമായിരുന്നു. ഇപ്പൊ നാടക ട്രൂപ്പിലുള്ളവർ എന്നെ വിളിച്ച് സംസാരിച്ചതാ. ആ കൊച്ചനെ പോലും നോക്കാത്തില്ലായിരുന്നു. കഷ്ടം.
എടാ നീ പറയടാ മോനെ. കുറെ ഇങ്ങനെ എന്ത് എന്തോ ഇങ്ങനെ പറഞ്ഞു തരണം. എന്റെ മനസ്സിലുണ്ട് എല്ലാ കാര്യം ഇങ്ങനെ പുറത്തോട്ട് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങൾ അവിടെ അടി ഭയങ്കരമായിട്ടുള്ള അടി ഭയങ്കര അപ്പൊ എനിക്ക് ഓരോ കാര്യങ്ങൾ എനിക്ക് ഓർക്കുന്നുണ്ട് മനസ്സിലാവുന്ന ഒരു സമയമാണ് ടൈമൊക്കെ ഭയങ്കരമായിട്ട് അടി. പിന്നെ അവിടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. ഒരു വണ്ടിക്കകത്ത് അവർക്ക് കല്യാണം കഴിക്കുന്നതിന് അച്ഛനെ കല്യാണം കഴിക്കുന്നതിന് അവിടെ സെക്കൻഡ് മാരേജ് വരുന്നത്. അവർക്ക് അതിൽ ഫസ്റ്റ് 2 പിള്ളേരും ഉണ്ടാവും. അതൊക്കെ ഞാൻ അറിയുന്നത് കുറെ കഴിഞ്ഞിട്ടാണ്. ഓൾറെഡി ടോൾഡ് അത് ഞാനത് പറഞ്ഞായിരുന്നു. സെക്കൻഡ് മാരേജ് ആണ്. അതിന്റെ കല്യാണ വീഡിയോ വരെ നമ്മൾ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നൈസായിട്ട് അതൊക്കെ തൂക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ട് കാണും. 3-4 പേര് അയച്ചു തന്നു, മോനേടാ ഇത് ചെയ്യണം, സങ്കടം വരുന്നടാ, നിങ്ങൾ യൂട്യൂബേഴ്സ് അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അതുകൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ. എനിക്ക് വയ്യ തീരെ. പറ്റുവാണെങ്കിൽ ഒന്ന് കാണട്ടെ എല്ലാവരും. വീഡിയോ ലൈക്കും സബും ഒക്കെ ചെയ്തു, പരമാവധി ഷെയറും ചെയ്തു. ഒരു സ്കൂട്ട് എടുത്തത്. സ്കൂട്ട് എടുത്തപ്പം അതിനകത്ത് ഒരു പേരുണ്ടായിരുന്നു, കുഞ്ഞാറ്റ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അറിയുന്നത്, എനിക്ക് അറിയാമോ ആ സംഭവം. 2 പിള്ളേർ തന്നെ ഒരുമാതിരി ഇങ്ങനെ അത് കണ്ടുകൊണ്ട് അച്ഛനെ കാണാൻ പറ്റത്തില്ല, ഇങ്ങനെ വൈകിട്ട് എല്ലാം കാണാം. ഇത് എന്തോ ഒരു ഇതായിരുന്നു, പ്രശ്നമായിരുന്നു. പിന്നെ അതിൻ്റെ എന്തോ രാത്രി കച്ചവടം. പിന്നെ അച്ഛനെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അതിഥി കഴിഞ്ഞു അത് ഞങ്ങൾ ലൈഫ് ഇങ്ങനെ പൊക്കൊണ്ട് നിൽക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരാൻ പോകുന്ന എനിക്ക് നല്ല വ്യക്തമായിട്ട് ഓർമ്മകളുണ്ട്. ഞാൻ അങ്ങോട്ട് കറക്റ്റായിട്ടെല്ലാം പറഞ്ഞത് ഓർമ്മയുണ്ട്. സംഭവം എന്നെ മനസ്സിലുണ്ട്. പക്ഷേ എങ്ങനെ ഒരു പുറത്തോട്ട് പറയണം അതെനിക്ക് അറിയത്തില്ല. ഇങ്ങനെ സംഭവം ആദ്യം അമ്മനെ എടേ ആ 2ാമത്തെ ഭാര്യ എന്നവള് പറയുന്നവള് ഇവിടെ വന്ന് കരഞ്ഞു മെഴിക്കായിരുന്നല്ലോ. ആത്മാർത്ഥമായിട്ട് വന്നിട്ട് അവള് പറയുമായിരുന്നെങ്കിൽ ആ ഇന്റർവ്യൂ എടുത്തവൻ്റെ എന്നൊക്കെ പൈസ മേടിച്ചത് 5000 10,000 ഒക്കെ വെച്ച് പുള്ളിക്കാരി മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ ഒരു നാറി. സൂപ്പറായിരുന്നു ആ ടൈമിൽ. അപ്പം അങ്ങനെ ഒരു ദിവസം അമ്മ എറണാകുളത്തേക്ക് വരുന്നു. ആദ്യം ഞാൻ കാണാൻ വന്നു. ഇങ്ങനെ കണ്ട് ഭയങ്കരമായിട്ട് കമ്പനിയായി. മനസ്സിലായി, അങ്ങനെ ഒരു ഭയങ്കര കമ്പനിയായി. ഇങ്ങനെ ഒരു ഇതില്ല, ഇങ്ങനെ കമ്പനിയായി. പിന്നെ അച്ഛനൊന്നും എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ദിവസം എടുത്ത് വെച്ച് ഞാൻ കല്യാണം കഴിക്കട്ടെ എന്നൊക്കെ എന്താണ് പറയാം. ഈ കൊല്ലം സുധിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പ്രേമരോഗിയാണ്. അയാൾക്ക് പ്രേമം, മറ്റേ പരിപാടിയല്ല, അയാൾക്ക് പ്രേമം എല്ലാവരോടും. ഒന്ന് പോയാൽ ഓക്കെ, അടുത്തന്നെ സ്നേഹിക്കും. പ്രേമം. ഇവിടെ എല്ലാ അവന്മാരും തേച്ചിട്ട് പോകും. ഞാനും സിൻസിയറായിട്ടൊക്കെ ആത്മാർത്ഥയോടൊക്കെയാണ് സ്നേഹിച്ചിട്ടുള്ളത്. അവിടെ ആത്മാർത്ഥത കാണിച്ചു അവിടെ എല്ലാം നമുക്ക് പണി കിട്ടും. അവന്മാർ തന്നിരിക്കും. അതുകൊണ്ട് സ്വന്തം കാര്യം നോക്കി, വീട്ടുകാരുടെ കാര്യം നോക്കി, അവനവൻ്റെ കാര്യം നോക്കി തൽക്കാലം ജീവിതം മുന്നോട്ട് പോകണം എന്ന് ഇവിടുത്തെ യുവതലമുറ ചേട്ടന്മാരോട് ഞാൻ പറയുന്നു. പെണ്ണ് കെട്ടാത്തവരോട് പ്രത്യേകിച്ചും 35, 32, 33, 35 തൊട്ടുള്ളവരോടൊക്കെ. അതായത് PV ഹിയർ, ലൈഫ് ഓഫ് എന്തോ യൂഷ്വൽ സൈക്കോ, അങ്ങനെയുള്ള മാസ്റ്റർ മൈൻഡ് മനു, പിന്നെ ആരൊക്കെയോ മിസ് ദേവ്, അതുല്, പെണ്ണ് കെട്ടാത്ത ഇതുപോലുള്ളവർ ഇപ്പം എൻജോയ് ചെയ്യുക, അതായിരിക്കും നല്ലത്. നിന്റെ നാശം അവിടെ ആടാ തുടങ്ങിയ, നിന്റെ നാശത്തിലോട്ട് പോയത് നീ അവിടുന്ന്. കൊല്ലത്തെ വീട്ടിലൊക്കെ വന്ന് ഇവിടെ സംസാരിച്ച് സംസാരിച്ച് വന്നിട്ടുണ്ട്. വീണയും അച്ഛനും തമ്മിൽ ഡിവോഴ്സ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ പൈസ കൊടുക്കണം അങ്ങനത്തെ രീതിയിൽ പൈസ കൊടുത്ത ഡിവോഴ്സായി. അത് ചിക്ലി മാറ്റർ. അത് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ കെട്ടിയവനാ. അതിനെന്താണ് അമ്മനെ കെട്ടുന്നത് കടപ്പെട്ട. അങ്ങനെ കൊല്ലത്തൊക്കെ സംസാരിച്ച് എല്ലാം റെഡിയായി. ഞാനും അച്ഛനും അമ്മയും എല്ലാവരും കൊല്ലത്ത് നിൽക്കുന്നു. അതിനിടയ്ക്ക് കൊല്ലത്ത് വെച്ചിട്ട് ചെറിയൊരു വഴക്കായി. ഞങ്ങൾ കോട്ടയം പോകുന്നു. സ്റ്റോറി സ്റ്റാർട്ട്സ് നൗ എന്ന് പറയാം അല്ലേ. കോട്ടയത്തേക്കുന്നു. ആദ്യമൊക്കെ ഭയങ്കര രസമായിരുന്നു, സൂപ്പറായിരുന്നു. ഇങ്ങനെ ഞാൻ കൂടുതലും വീട്ടിൽ കൊല്ലത്തേക്ക് എന്നെ ഇങ്ങനെ അച്ഛമ്മ പുറത്തോട്ട് കളിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അതിനെ കൂട്ടായി അങ്ങനത്തെ രീതി കളിക്കാനൊന്നും പറ്റില്ല. എന്താ ചേച്ചി പാവു ഞാൻ അങ്ങനെയുള്ള സെക്ഷൻ കളിക്കത്തുള്ളൂ. അപ്പം ആദ്യമൊക്കെ പുറത്ത് കളിക്കണം. പക്ഷെ വഴക്ക് കിട്ടും. എനിക്ക് അറിയാതെ കുറച്ചൊക്കെ പോയിട്ട് വരും. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഫ്രീ ആയി. ഞാൻ അച്ഛൻ അമ്മ ഞാൻ അവിടുത്തെ രീതി ഭയങ്കര ഫ്രീഡം. ഞാൻ അച്ഛൻ എപ്പോഴും കാണുന്നു, അങ്ങനത്തെ ഇതായി. പിന്നെ ആ ഇത് കോട്ടയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയോ എവിടെയുണ്ടോ എല്ലാവരും ഇങ്ങനെ കോട്ടയത്ത് നിന്ന് ആദ്യമൊക്കെ സെറ്റ് പോയി. പിന്നെ അങ്ങോട്ട് പോയി എന്തൊക്കെയോ ഇതൊക്കെ എല്ലാവരുടെ സ്വഭാവമൊക്കെ ഒരു മാറ്റം എന്തൊക്കെയോ പറയാമോ എനിക്ക്. അത് പിന്നെ അങ്ങനെയാടാ മോനെ, അതങ്ങനെ എല്ലാ വീട്ടിലും നിങ്ങളുടെ അച്ഛൻ അവിടെ ആത്മാർത്ഥത കാണിച്ച് കാണും, അവിടെ തേങ്ങൊട്ടി കാണും. ആദ്യമൊക്കെ വരുമ്പോൾ മോനെ ഏത് പടുകളവെ കണ്ടാലും കട്ടൻ ചായ കിട്ടേണ്ടടുത്ത് പാൽ ചായ കിട്ടും. പടുകളവെ കണ്ടിട്ട് ചേച്ചി എന്ന് വിളിച്ചിട്ട് അപ്പോൾ അവിടെ കട്ടൻ ചായ കിട്ടേണ്ടടുത്ത് പാൽ ചായ കിട്ടും എന്ന് പറയുന്ന പോലെ ഉള്ളു. ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് അവരുടെ വീട്ടിലും മരുമകനായിട്ട് വരുന്നു, അങ്ങനെ മറ്റേത് മറിച്ചത്.
പിന്നീട് ഇവന് ലാപ്ടോപ്പ് മേടിച്ചു കൊടുക്കാൻ പോയപ്പോൾ വരെ സുന അവിടെ ബഹളം ഉണ്ടാക്കി. എന്തിന് ചൂലും കെട്ട് വരെ ഇട്ട് സുതിയിട്ട് അടിക്കുമായിരുന്നു. എല്ലാം എത്ര ഉള്ളടാ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ അത് ചെയ്യാം, ഞാൻ ഇത് ചെയ്യാം, എന്തും ചെയ്യാന്ന് പറയാം. എന്തിന് ഈ കാലത്തെ പെൺകുട്ടികൾ ഇത് കാണുന്ന അമ്മമാരോടാ പറയുന്നത്. നിങ്ങളുടെ പെൺകുട്ടികൾ കോളേജിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഹോസ്റ്റലിൽ, നിങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടോ എന്ന്, ഹോസ്റ്റലിൽ പോകുന്നുണ്ട് അവിടെയൊക്കെ നിൽക്കുന്നുണ്ടോ എന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ല. 80% അങ്ങനെ കുറേ ടീംസുകളുണ്ട്, 20 കുറച്ച് പാവപ്പെട്ട ആൾക്കാർ. ഒന്നിനെയും വിശ്വസിക്കരുതല്ലേ ഈ കാലഘട്ടത്തിൽ. ആത്മാർത്ഥത എവിടെ കാണിച്ചോ അവിടെ നമുക്ക് പണി കിട്ടിയിരിക്കും. നിങ്ങൾ വിചാരിക്കും വെള്ളം അടിച്ചുകൊണ്ടായിരിക്കും, നല്ല ഒരുപാട് കുത്തി. എനിക്കാണെങ്കിൽ വയ്യ. പക്ഷേ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് എല്ലാവരും നിർബന്ധിക്കുമ്പം പറ്റില്ലെന്ന് പറയാൻ പറ്റും. ആ പടം 3-4 എനിക്ക് വേണ്ടപ്പെട്ട 3-4 പേരോട് മാത്രമേ ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതെന്താണെന്ന് ഞാൻ പിന്നെ പറയാം. അതൊക്കെ തന്നെ എന്റെ എപ്പോഴും ഇങ്ങനെ കൂടി കിട്ടുന്നത് അവനാകുമ്പോൾ എന്നെ അത് നല്ലൊരു അറിയാം. ഞാൻ എന്തായിരിക്കും അടുത്ത് പറയാൻ തരുന്നത്, എന്താ എന്റെ മനസ്സിൽ. അതായത് എന്റെ കൂട്ടുകാർ എന്റെ കൊല്ലത്തുള്ള കൂട്ടുകാർക്ക് എല്ലാം ഞാൻ എന്താണ് അടുത്ത് പറയാൻ പോകുന്നത്, എന്റെ ലൈഫിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട്, ഇതുവരെ എന്തൊക്കെ നടന്നിട്ടുണ്ട് എല്ലാം അമ്മ അറിയാം. അതാണ് ഞാൻ അത്ര ലൈഫോടെ അമ്മയെ ഒരു വീഡിയോ ആണെങ്കിലും എന്തൊരു കാര്യം സംസാരിക്കുകയാണെങ്കിലും അമ്മയെ എടുക്കുന്നത്. എന്നെ കാട്ടി നല്ലൊരു അമ്മയെ സംസാരിക്കും. അതാണ് ഒരു പ്രശ്നം. എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. അങ്ങനെ പോകുന്നു, അങ്ങനെ ലൈഫ് അങ്ങനെ കൂട്ടുകാർക്ക് മാത്രം ഒരു കണക്ഷൻ ഇല്ല. കഴിഞ്ഞാൽ പുറത്തു പോകുന്ന കൂട്ടുകാർ അങ്ങനെ നടക്കുന്നു. മൊത്തത്തിൽ അത് റൂമിൽ നിന്ന് വട്ടായി പോയിരുന്നു. ആരും ഇല്ല, അങ്ങനെ ഗെയിം കളിച്ച് സംസാരിച്ച് ചെയ്യുന്നു. കഴിഞ്ഞ കൂട്ടുകാരൊക്കെ ആയി കുറച്ച് എന്താ പറയണ്ട, കുറച്ച് ബാഡ് ഹാബിറ്റ്സ് ഒക്കെ തുടങ്ങി, കുറച്ച് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയ സോറി അടേ, ഞാൻ എൻ്റെ വീഡിയോ കൂടെ ഇതൊക്കെ വിളിച്ചു പറഞ്ഞ ഇവിടുത്തെ സബ്സ്ക്രൈബേഴ്സിനോട് ചെക്കൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടെന്ന് എല്ലാം തെളിവ് സഹിതം വേണ്ട ഈ പൊട്ടിയ ഫോണിനകത്തുണ്ട്. ഞാൻ ഇന്ന് ഇത് ഡിലീറ്റ് ചെയ്ത് കളയും. അവനത് തുറന്നു പറഞ്ഞല്ലോ, ഇന്നിതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. പാവം തന്തയും തള്ളയൊക്കെ മക്കളെ നേരെ ജോലം നോക്കാത്തതുകൊണ്ടല്ലേ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായത്. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടോ? പോട്ടെ, സാരമില്ല, പോട്ടെ നീ പറ. പിന്നെ അന്ന് വലിയ ഇതില്ലാതെ വലിയതൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ അഡിക്റ്റ് ഒന്നുമില്ല. ഇങ്ങനെ പൊക്കോണ്ട് നാളെ ഷൂട്ടുണ്ട്, ഫ്ലവേഴ്സിന്റെ പ്രോഗ്രാം ഉണ്ട്, നീ വരണ്ട, അച്ഛനെ പോകണം. അമ്മയ്ക്ക് അതും ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളാണ്. എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിങ്, ഞങ്ങൾ എന്തെങ്കിലും പോകുന്നത്, അതൊന്നും അമ്മ ഞങ്ങളെ ഒരു താല്പര്യമില്ലാത്ത സംഭവമൊക്കെയായിരുന്നു. ആ പെണ്ണുമ്പളക്ക് ഇവനെ ഒരു വഴിക്ക് കൊണ്ടുപോകുന്നു, ഇവനെ ലാപ്പ് മേടിച്ചു കൊടുക്കുന്നു, ഇവനെ ഊട്ടുന്ന ഉറക്കുന്നതെന്ന് നമുക്കൊരു വിഷയമായിരുന്നു. ആദ്യം സുതിയെ സ്വന്തമാക്കാൻ വേണ്ടി എൻ്റെ കുഞ്ഞു, എൻ്റെ സുജി, എൻ്റെ കിച്ചുവിനെ തൊണ്ടാക്കിക്കോളാം. ഇപ്പം അവളെ അറബിയുടെ കൂടെ കിടന്നിട്ട് നമ്മളൊക്കെ പറ്റാത്ത അതൊക്കെ കിടന്ന് കളി. എനിക്കൊന്നും അത് വയ്യ. എന്തോ ആദ്യം ഞങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു, അങ്ങനെ അട്ടായി പോയിരുന്നു. അങ്ങനെ അപ്പോഴും എനിക്ക് എന്തെങ്കിലും എന്റെ വിഷമങ്ങളാണെങ്കിലും എന്തെങ്കിലും പറയാനായിട്ടാണ് എനിക്ക് വിളിക്കാനായിട്ടും അച്ഛൻ ഒരാളുണ്ട്. എനിക്ക് എന്തൊക്കെ ചെയ്യുന്ന, എനിക്ക് എന്തൊക്കെ വിഷമമാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാളെ വിളിക്കായിരുന്നു അച്ഛൻ. ബാക്കി പറയാം. ഞാൻ കമ്പ്യൂട്ടറൊക്കെ എടുത്തൊരു റൂമിനകത്ത് ഇങ്ങനെ അതിനകത്ത് ചെയ്യുമ്പോൾ എന്റെ ലൈഫ് മൊത്തം ഒരു ഭയങ്കര ഇങ്ങനെ ആകാനൊരു കാരണം അതുമില്ല. വേറെ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു തുടക്കം. അവിടെ തൊട്ടാണ് എന്റെ ഒരു തുടക്കം. ഒരു റൂമിനകത്ത് ഇങ്ങനെ കമ്പ്യൂട്ടർ കളിച്ച് ഇങ്ങനെ അതിനകത്ത് നമ്മൾ വേറെ കാശില്ല. അച്ഛൻ മാത്രമേ റൂമിൽ എനിക്ക് ഫുഡ് വരും പോകും, അല്ലെങ്കിൽ ഇടപ്പം വരുന്ന റൂമിൽ വന്നിരിക്കും. ഇതൊക്കെ ഞാൻ മടി കെട്ടി കീബോർഡ് ഇടപ്പം കളിച്ചോണ്ടിരിക്കും. ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, ആരോട്ടും മിണ്ടത്തില്ല. എന്തോ ഒരു നായി അപ്പം. അപ്പൊ പിന്നെ കൊറോണ വന്നിട്ട് അദ്ദേഹം കേട്ടില്ല. കൊറോണ വന്ന് അതിനിടയ്ക്ക് അച്ഛൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഒരു വെബ് സീരീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അച്ഛൻ കുറെ ആർട്ടിസ്റ്റുകളൊക്കെ വിളിച്ച് അച്ഛൻ ലോക്ക്ഡൌൺ ആയി, ആൾക്കാർ അവിടെയും പെട്ടുപോയി. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഇതൊക്കെ ചിലവൊക്കെ തുറക്കാൻ വേണ്ടി കുറെ കടവെക്കാനും. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ പിന്നെ നോക്കുന്നതെന്ന് വെച്ചാൽ അതൊക്കെ കഴിഞ്ഞ് അവരൊക്കെ നോക്കി ഈ നോക്കുന്നതിനിടയ്ക്ക് ഈ മൊത്തം എന്ന് പറഞ്ഞാൽ ഞാൻ, അച്ഛൻ, അമ്മ, ഹിടപ്പൻ, അമ്മയുടെ ചേച്ചി, അളിയൻ, അതായത് രമ്യ ചേച്ചി, അളിയൻ, അവരുടെ 2 മക്കൾ, പപ്പ, അമ്മ, ഇവരുടെ ഇത്രയും പേരുടെ ചില അച്ഛൻ ഒറ്റയ്ക്ക് നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ രമ്യ ചേച്ചിയുടെ അളിയൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞാൻ ഒപ്പിട്ട് കൊടുത്തതാണ്. ഇനി സാറേ ഞാനിവരെ വിമർശിക്കത്തില്ല, പക്ഷേ പറയാനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ രമ്യയുടെ ഹസ്ബൻഡിനെ കാണുമ്പോൾ എനിക്കൊരു പാവമായിട്ടാണ് തോന്നിയത്. രമ്യയോ, എൻ്റെ പൊന്നോ, രമ്യ എൻ്റെ തലയ്ക്ക് അടി കിട്ടിയ സമയത്ത് ആ മുറിവ് പറ്റിയപ്പോൾ രമ്യനെ വിളിച്ച് എന്ത് പറ്റി, എന്നെ സമരത്തിന് പറ്റിയതാ, അങ്ങനെങ്കിലും കിട്ടുന്നുണ്ടല്ലോ ഒന്നും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്തൊക്കെ സന്തോഷമായിരിക്കും രമ്യക്കൊക്കെ. ഞാനൊന്നും പറയുന്നില്ലേ. എടാ നിനക്ക് നിന്റെ അച്ഛൻ അത് അങ്ങനെ ഉണ്ടെങ്കിൽ നിന്റെ അച്ഛൻ അതാണ് 3G ആയിപ്പോയത്, നീയോ ആയിപ്പോവും. എങ്ങനെ പറയാം. ഏറ്റവും കൂടുതൽ എക്സാമ്പിൾ അങ്ങനെ നമുക്ക് നോ പറയാൻ അറിയത്തില്ലടേ.
ഞാൻ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നിടത്ത് നോ പറയാറില്ല. പക്ഷെ ഞാൻ ഇപ്പം പഠിച്ചു തുടങ്ങി, അളിയ പറ്റില്ലെങ്കിൽ പറ്റില്ല, പറ്റില്ല, പെട്ടെന്ന് തീർക്കണേ. നോ പറയാൻ അറിയത്തില്ല. ഓപ്പോസിറ്റ് ഒരു വിഷമമാവൂ. ഒരു സംഭവമാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം. ഇപ്പം ഒരു കാര്യം പറയാത്തത് ബാക്കി പറയാം. അങ്ങനെയാണ് ഞാൻ റൂമിനകത്ത് മൊത്തം ഒരു 3 വർഷം അങ്ങനെ തന്നെ ഇരിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് എന്തോ എനിക്ക് ഇങ്ങനെ തോന്നി ഇതൊക്കെ നിർത്താം, കമ്പ്യൂട്ടർ ഒരു വലിയ നിർത്താൻ പുറത്തോട്ട് പറഞ്ഞ അങ്ങനെ കമ്പ്യൂട്ടറൊക്കെ വിറ്റ് ഒരു വണ്ടി എടുക്കാൻ. ആദ്യം വണ്ടി എടുത്തിട്ട് അപ്പം ഈ 10 കൂടെ പഠിച്ച കുറച്ച് ഒരു കൂട്ടുകാരുണ്ട്, അവരായിട്ട് കണ്ടി അങ്ങനെ അവിടെ ഇങ്ങനെ പോകും. ഞാൻ ഡെയിലി ഇത് അങ്ങോട്ട് പോകുന്നത് കൂട്ടുകാരായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങി. അപ്പോഴും അച്ഛന്റെ ആ സമയത്ത് തന്നെ അച്ഛനെ കിട്ടുന്ന ഒരു സ്നേഹം എന്താണെന്ന് വെച്ചാൽ ഒരു പൈസ മാത്രമേ എനിക്ക് കിട്ടുന്ന ഒരു സ്നേഹം എന്ന് വെച്ചാൽ വേറെ ആൾക്കാർ അവിടെ സംസാരിക്കത്തില്ല. ഇവിടെ സ്വഭാവം എല്ലാം ഒരുമാതിരി സ്വഭാവം ഇവരുടെ ഇവിടെ അവിടെ ജോലിക്ക് പോത്തില്ല. നീ പൈസ കുത്തിനെ മേടിച്ച കഥയൊക്കെ എനിക്കറിയാം, അതൊന്നും ഞാനിവിടെ പറയുന്നില്ല ഇപ്പം. പോട്ടെ, ഒരാൾ തെറ്റ് തിരുത്തി വരുമ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യണം. അതിൽ കൂടുതലും അവനൊന്നും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. പറ മോനെ. എന്ത് പറഞ്ഞാലും ഇവർക്ക് പൈസ കാണാൻ ഇതൊക്കെ പറയണോ? കുറെ കാര്യങ്ങളുണ്ട് എനിക്ക് പറയാം. ഇങ്ങനെ പറയണോ അറിയത്തില്ല. ഇതൊക്കെ കുറെ ഇതൊക്കെ ഞാൻ മനസ്സിലാവും. ചിന്തിച്ചാക്കി പിന്നെ അങ്ങോട്ട് പിന്നെ ഒരു വിഷമം പറയാൻ എനിക്ക് ആരും ഇതൊന്നുമില്ല. പക്ഷേ ആരും ഒരിക്കലും ഇപ്പൊ പറയാൻ അങ്ങനെ ഇതായിപ്പോയി. ആ സമയത്ത് ആ ഇതിന്റെ പേരിലാണ് ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ കാണുന്നത്. ശരിക്കും തെറ്റാൻ ഞാൻ മനസ്സിലാക്കി. എന്റെ ഭാഗത്ത് ചോദിക്കാൻ തെറ്റായി മനസ്സിലാക്കിയാണത് മാറ്റിയെടുത്ത് കൂട്ടുകാർ ഉണ്ടാക്കി ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്. പക്ഷെ ആ പേരാണ് ഞാൻ ഇപ്പോഴും എന്താ ഭീഷണിപ്പെടുത്താനൊക്കെ പറയത്തില്ലേ? അത് ചെയ്യുന്നില്ല. ഇപ്പം മീഡിയാസ് ആണെങ്കിലും ഇങ്ങനെ മൊത്തം പറയത്തില്ല. നിങ്ങൾ സംസാരിച്ച് നോക്കും. എന്റെ കഥകൾ മൊത്തം പുറത്തിറങ്ങും. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്റെ ലൈഫ് ഇതാക്കിയാൽ മനസ്സിലാവും. ഭയങ്കര ഒറ്റപ്പെട്ട് ഇങ്ങനെ ഇതായിപ്പോയി. അത് ഞാൻ പറഞ്ഞാൽ നിന്റെ കഥകൾ പുറത്തു വിടുവന്നു. പക്ഷെ ഞാൻ വിടൂല്ലോ. നീ നിന്റെ കുറ്റങ്ങളായിട്ട് പറഞ്ഞല്ലോടാ മോനെ, ഞാൻ വിടൂല. അണ്ണന്റെ സ്പോട്ട് ചെയ്യാതെ ഡിലീറ്റ് ചെയ്തേക്കാം. സമയത്ത് കാട്ടുകുട്ടികളൊക്കെ ഇവിടെ നോക്കിയായി ലാഗടിപ്പിക്കാതെ വേറെ വെക്കാം. എന്തോ അനുവേട്ട പറയുന്നത് അങ്ങനെ വണ്ടി ചോദിച്ചത് എന്തോ അനുവേട്ട പറയുന്നത്. അപ്പൊ ഒരു കാലിന്റെ വെല്ലും ശരീരം മൊത്തം ഇങ്ങനെ തണുത്തു പോയി ഭയങ്കരമായിട്ട്. എന്തൊക്കെയോ നടക്കുന്ന ടൈമിൽ ഒന്നും എനിക്ക് അങ്ങോട്ട് അറിയാൻ വയ്യ. എന്തൊക്കെയോ നടക്കുന്നു. ആരൊക്കെയോ വരുന്ന എന്റെ അടുത്ത് എന്തൊക്കെയോ ഒരു സിനിമ നടക്കത്തില്ല. അതുപോലെ ഇങ്ങനെ നടക്കുന്നു. ആരൊക്കെയോ തന്നെ ഒരു വണ്ടിയിൽ കയറ്റി ഇങ്ങനെ കൊണ്ടുപോകുന്നു. പൊക്കൊണ്ട് ഭയങ്കരക്കുള്ള ഒരു തന്നെയല്ല. വണ്ടി പൊക്കൊണ്ട് വെക്കുമ്പോ ഇവര് നേരെ എനിക്ക് എപ്പോഴും എന്റെ മനസ്സിൽ വിചാരം വെച്ചാൽ അത് ഇതിനോട് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അത് ചെന്നാലും ഇനി ഒരു സമാധാനം കിട്ടത്തുള്ളൂ. എനിക്ക് കാറിങ്ങനെ പൊക്കൊണ്ട് ഇവര് പോകുന്ന വഴിക്ക് ഞാൻ ഇരിക്കുക എന്തോ ചെയ്യുമെന്ന് അറിയത്തില്ല. എനിക്ക് എന്റെ മനസ്സിൽ വരുന്ന വെച്ചാൽ ഞാൻ അങ്ങോട്ട് എന്തോ ചെയ്യും. ഇതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കും. ഇതൊക്കെ ഞാൻ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. സ്റ്റക്കായി ഇപ്പൊ ഇങ്ങനെ നിൽക്കുക. എന്തോ അങ്ങോട്ട് എങ്ങനെ എന്ത് ഒന്നും അറിയത്തില്ല. ഞാൻ നിൽക്കുക. ഇവര് വെച്ചാൽ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നതിന്റെ തുപ്പയിറക്കാൻ പറ്റുന്നില്ല എനിക്ക്. അത് ഏതെന്നാ അതിന്റെ മക്കളോടാ ഇരുങ്ങളെ നീയൊക്കെ ഫുഡ് കഴിച്ചത്? കൊല്ലം സത്യയുടെ ശവമായിട്ട് കൊണ്ടുവന്ന് കൊച്ചിനായിട്ട് 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ചെയ്യടാ നായ്ക്കളെ. ആൾക്കാരെ കൊണ്ടുവന്ന് റൂമിങ്ങനെ തുറന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു തുണി ഇങ്ങനെ മാറ്റി പിടിച്ചു. അപ്പം മനസ്സിലായി. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങോട്ട് എന്തോ ഞാനുണ്ട് എന്തിനും വിളിക്കും. അങ്ങനെ നിൽക്കാൻ കഴിവട്ടം പറ്റില്ല. അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം. ഇതിന്റെ പരിപാടികളെല്ലാം നോക്കിക്കോളാം. എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവരൊക്കെ ചെയ്യുന്നു. ഇതിന്റെ ഇടയ്ക്കാണെങ്കിൽ കൊല്ലത്ത് കൊണ്ടുപോകണം പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഈ വണ്ടി ഇരിക്കുന്നവരാണെങ്കിൽ കൊല്ലത്ത് കൊണ്ടുവരാനായിട്ട് സമ്മതിക്കുന്നു. പള്ളിക്കാർ എന്റെ കൂടെ ഇരിക്കുന്ന മൊത്തം കുറെ പള്ളിക്കാരും അറിയാൻ പോവാ. കൊല്ലം ശ്രുതിക്ക് എന്തിനാണ് ഈ പള്ളിക്കാർ? ഞാൻ അറിയാൻ പറ്റത്തോണ്ട് നോക്കിയ ആ തങ്കച്ചൻ നേരം മുമ്പെല്ലാം പൈസ മേടിച്ച് കാണുമായിരിക്കും. അങ്ങനെ അവിടുത്തെ കപ്പിയാരായിരുന്നു അടക്കിയത് ലോക പ്രോഡ്. അങ്ങനെ കുറെ നാറികളുണ്ട് വിറ്റ് കാശ് മേടിക്കുന്ന തെണ്ടികൾ. പറ്റത്തില്ല അങ്ങനെ എങ്ങനെ ഞാൻ കാര്യം കൊല്ലത്തോണ്ട് കാണിക്കണം. ഞാൻ ലാസ്റ്റ് നിന്നിട്ട് രാത്രി വെച്ചിട്ട് രാവിലെ 4 മണിക്കാകുമ്പോ വരും. ഞാൻ ചങ്ങനാശ്ശേരി ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഓക്കെ
അങ്ങനെ 4 മണിയായപ്പം വിളിച്ച് ഫോൺ എടുത്തില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ വിചാരിച്ച് അച്ഛനപ്പ ഈ ഷൂട്ടിനൊക്കെ പോയിട്ട് ഉറങ്ങി പോകുന്ന പറഞ്ഞു. പിന്നെ ഫോൺ എടുക്കത്തില്ല എന്നുള്ള ഇതായി. ഞാൻ കിടന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും വരും. അപ്പം അത് പറഞ്ഞു പെട്ടെന്ന് അമ്മ ഇങ്ങനെ തട്ടി എനിക്ക് ഞാനാ അച്ഛനെന്തോ പറ്റിയെന്ന് പറഞ്ഞു, വിളിച്ചു നോക്കാം. ഞാനിപ്പം എനിക്ക് നേരെ അച്ഛൻ്റെ ഫോണിലോട്ടൊക്കെ വിളിക്കുന്നു. ഫോണിലോട്ട് വിളിച്ചിട്ട് എടുക്കുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ഒക്കെ പറയുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഞാൻ വരാമെന്ന് എനിക്ക് മനസ്സിലായി, എന്തോ ഇതായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ നേരെ ആദ്യം അനൂപേട്ടനെ വിളിച്ചിട്ട് എന്തോ ഇല്ല അനൂപേട്ട അച്ഛൻ അനൂപേട്ടൻ തന്നെ അവനവൻ്റെ വിഷമങ്ങളാണ് വിളിച്ച് പറഞ്ഞു. അവളെപ്പോലുള്ള ഒരു നാറി ഇപ്പോൾ കണ്ടില്ലേ സുഖിച്ച് ജീവിക്കുന്നുണ്ട്. വീട്ടുകാരുടെ വിലയും വീട്ടുകാരെ കുറിച്ച് ആരെന്ത് പറയുന്നു അല്ലെങ്കിൽ മക്കൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് നമുക്കറിയണ്ട. അവൾക്ക് തോന്നിപ്പോയാൽ ഈ 2 മക്കൾക്കാണെന്നും പറഞ്ഞിട്ട് അവൾ ജീവിക്കുന്നത്. എനിക്ക് തോന്നിയിട്ടില്ല, സ്വന്തം സുഖം മാത്രം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്പോസ് രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ. സഭ്യ ഹൈ കൊടുക്കുക. ബൈ ബൈ ബൈ.